അമേരിക്കയുടെ വാക്കും കേട്ട് നിൽക്കാൻ ഇന്ത്യ തയ്യാറേയല്ല. അമേരിക്കയുടെ വിരട്ടോ ഭീഷണിയോ ഒന്നും തന്നെ ഇന്ത്യയെ തെല്ലൊന്ന് സ്പർശിച്ചതുപോലുമില്ല. താരിഫ് യുദ്ധം പ്രഖ്യാപിച്ചിട്ടും ട്രംപിന്റെ മുന്നിൽ മുട്ടുമടക്കാൻ ഇന്ത്യ തയ്യാറായിട്ടില്ല. ഏതാവത്ത് ഘട്ടത്തിലും കൂടെ നിൽക്കുന്ന റഷ്യയാണ് മികച്ചത് എന്ന് ഇന്ത്യ ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ചതിയന്മാർക്ക് ഈ മണ്ണിൽ സ്ഥാനമില്ല എന്ന പ്രഖ്യാപനം കൂടിയാണ് ഈ നിലപാടിലൂടെ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കിടയിലും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തെ ന്യായീകരിച്ച് റഷ്യയിലെ ഇന്ത്യൻ പ്രതിനിധി വിനയ് കുമാർ രംഗത്തെത്തിയിരിക്കുകയാണ്. ഏതൊരു രാജ്യത്തെയും പോലെ സ്വന്തം ദേശീയ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഏറ്റവും മികച്ച കരാർ ലഭിക്കുന്നിടത്തു നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യ തുടരുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. 140 കോടി ജനങ്ങളുടെ ഊർജ്ജ സുരക്ഷയാണ് തങ്ങളുടെ പ്രധാന മുൻഗണനയെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. ഇനി പ്രേക്ഷകരോടൊരു ചോദ്യം. ഇന്ത്യ എടുത്ത ഈ തീരുമാനത്തെ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ തന്നെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണേ. റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയിൽ നിന്ന് വില കുറഞ്ഞ ക്രൂഡ് ഓയിൽ വാങ്ങിയതിന് ഇന്ത്യയെ അമേരിക്ക വിമർശിച്ചിരുന്നു. ഇത് റഷ്യയുടെ യുദ്ധത്തിന് സാമ്പത്തിക സഹായം നൽകുന്നു എന്നതായിരുന്നു അമേരിക്കയുടെ വാദം. എന്നാൽ ഇന്ത്യ ഈ ആരോപണത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. ഈ വ്യാപാരം പൂർണ്ണമായും വാണിജ്യപരമായ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നാണ് വിനയ് കുമാർ പറയുന്നത്. മറ്റ് രാജ്യങ്ങളെ പോലെ റഷ്യയുമായുള്ള ഇന്ത്യയുടെ സഹകരണം ആഗോള എണ്ണ വിപണിയിൽ സ്ഥിരത കൈവരിക്കാൻ സഹായിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന എണ്ണയ്ക്ക് 25% അധിക തീരുവ ചുമത്താനുള്ള അമേരിക്കയുടെ നീക്കത്തെയും ഇദ്ദേഹം വിമർശിക്കുന്നുണ്ട്. ഈ നടപടിയെ അന്യായവും യുക്തിരഹിതവും നീതീകരിക്കാനാവാത്തതുമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. രാജ്യത്തിന്റെ ദേശീയ താൽപര്യം സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സർക്കാർ തുടരുമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. വിദേശകാര്യമന്ത്രിയുടെ ശക്തമായ മറുപടി കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അമേരിക്കയുടെ വിമർശനങ്ങളോട് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ശക്തമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ഒരു ബിസിനസ് അനുകൂല അമേരിക്കൻ ഭരണകൂടത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ മറ്റുള്ളവർ ബിസിനസ് ചെയ്യുന്നത് കുറ്റപ്പെടുത്തുന്നത് തമാശയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ത്യയിൽ നിന്ന് എണ്ണയോ ശുദ്ധീകരിച്ച ഉൽപ്പന്നങ്ങളോ വാങ്ങുന്നതിൽ അമേരിക്കയ്ക്ക് പ്രശ്നമുണ്ടെങ്കിൽ അത് വാങ്ങേണ്ടതില്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു. യൂറോപ്പും അമേരിക്കയും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ടെന്നും അതിനാൽ ഈ വിഷയത്തിൽ ഇന്ത്യയെ മാത്രം കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ലെന്നും ജയശങ്കർ വ്യക്തമാക്കി. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം. അമേരിക്ക ഇനി എത്ര തടയാൻ ശ്രമിച്ചാലും അതിൽ നിന്നും ഒരു മാറ്റവും ഉണ്ടാകില്ല എന്ന് പ്രധാനമന്ത്രി തന്നെ ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയെ ചേർത്ത് നിർത്തി പുഞ്ചിരിക്കുന്ന പുടിനെയും ലോകം കണ്ടു. മാത്രവുമല്ല, ഇളവുകളോടെ ഇന്ത്യക്ക് എണ്ണ നൽകുമെന്നാണ് പുടിൻ പറഞ്ഞത്. അമേരിക്കയെ ഞെട്ടിച്ചുകൊണ്ട് റഷ്യ ഇന്ത്യ ബന്ധം പുതിയ മാനത്തിലേക്ക് എത്തുകയാണ്. ലോകരാഷ്ട്രീയം ഒരു പുതിയ തരം ധ്രുവീകരണത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ കരുത്താർജിക്കുകയാണ്. ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയ്ക്ക് മേൽ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഏർപ്പെടുത്തിയ ഉപരോധങ്ങളെ വകവയ്ക്കാതെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാനുള്ള ഇന്ത്യയുടെ തീരുമാനം ഈ ബന്ധത്തിന്റെ ആഴമാണ് വ്യക്തമാക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഈ വിഷയത്തിൽ സ്വീകരിച്ച ഉറച്ച നിലപാടുകൾ അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ല എന്ന ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രതിഫലനം കൂടിയാണ്. ഇത് അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ഇന്ത്യയുടെ സ്വതന്ത്രമായ സമീപനം ഊട്ടിയുറപ്പിക്കുന്ന ഒരു നിർണായക ഘട്ടവുമാണ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കണമെന്ന് അമേരിക്ക ഇന്ത്യയോട് പലതവണ ആവശ്യപ്പെട്ടിരുന്നു. റഷ്യയെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് അമേരിക്ക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയത്. എന്നാൽ ഈ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയത് ഇന്ത്യയുടെ താൽപര്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത് എന്നതിന്റെ സൂചനയാണ്. വർദ്ധിച്ചു വരുന്ന ആഗോള എണ്ണവിലയും രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യകതയും പരിഗണിച്ച് റഷ്യ നൽകുന്ന വിലക്കുറവിൽ എണ്ണ വാങ്ങുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു സാമ്പത്തിക നേട്ടമായിട്ടാണ് കാണപ്പെടുന്നത്. ഇത് കേവലം സാമ്പത്തികപരമായ ഒരു തീരുമാനമായി മാത്രം നമുക്ക് കാണാൻ കഴിയില്ല. ഇത് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ തന്ത്രപരമായ ഒരു നീക്കം കൂടിയാണ് എന്നതാണ് നമ്മൾ ഇവിടെ തിരിച്ചറിയേണ്ടത്. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയെ ചേർത്തു നിർത്തി പുഞ്ചിരിക്കുന്ന പുടിന്റെ ചിത്രം റഷ്യ ഇന്ത്യക്ക് നൽകുന്ന പ്രാധാന്യം എത്ര വലുതാണെന്ന് വിളിച്ചോതുന്നതാണ്. ഈ ഊഷ്മളമായ ബന്ധത്തിന്റെ തുടർച്ച എന്നോണം ഇളവുകളോടെ ഇന്ത്യക്ക് എണ്ണ നൽകുമെന്ന് പുടിൻ വ്യക്തമാക്കിയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം വ്യാപാരത്തിനപ്പുറം തന്ത്രപരമായ കൂട്ടുകെട്ടിലേക്ക് വളരുകയാണെന്നാണ് സൂചിപ്പിക്കുന്നത്. അമേരിക്കയുടെ ഉപരോധം കാരണം പല രാജ്യങ്ങളും റഷ്യയിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഇന്ത്യ റഷ്യയ്ക്കൊപ്പം ഉറച്ചു നിന്നത് റഷ്യയ്ക്ക് വലിയ ആശ്വാസമാണ് നൽകിയത്. ഇതിനുള്ള ഒരു പ്രതിഫലം കൂടിയാണ് എണ്ണവിലയിലെ ഇളവുകൾ. റഷ്യ ഇന്ത്യ ബന്ധം പുതിയ മാനങ്ങളിലേക്ക് കടക്കുമ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. റഷ്യയെ ഒറ്റപ്പെടുത്താനുള്ള അവരുടെ ശ്രമങ്ങൾ ഇന്ത്യയുടെ ഈ നീക്കത്തോടെ ഫലപ്രദമല്ലാതായി. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അമേരിക്ക ഇന്ത്യയുമായി സൈനിക സാമ്പത്തിക സഹകരണങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. ചൈനയെ പ്രതിരോധിക്കുന്നതിൽ ഇന്ത്യയെ ഒരു സഖ്യകക്ഷിയായി അമേരിക്ക കാണുന്നുമുണ്ട്. എന്നാൽ റഷ്യയുമായുള്ള ഇന്ത്യയുടെ അടുപ്പം അമേരിക്കയുടെ ഈ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണ്.
സാഹചര്യമാണ്. ഇത് അമേരിക്ക ഇന്ത്യ ബന്ധത്തിൽ ഒരുതരം അസ്വാരസ്യങ്ങൾക്ക് കാരണമായേക്കാം. എന്നാൽ ഇന്ത്യ അതിന്റെ സ്വതന്ത്രമായ വിദേശ നയം മുറുകെ പിടിക്കുന്ന ഒരു രാഷ്ട്രവുമാണ്. ഒരു ശക്തിക്കും വഴങ്ങാതെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ ഇന്ത്യക്ക് സാധിക്കുമെന്ന് ഈ സംഭവങ്ങൾ തെളിയിക്കുന്നു. റഷ്യ ഇന്ത്യ ബന്ധം കൂടുതൽ ശക്തമാകുമ്പോൾ ഇന്ത്യക്ക് ചില വെല്ലുവിളികൾ നേരിടേണ്ടതായി വന്നേക്കാം. അമേരിക്കയുടെ ഉപരോധങ്ങളെ മറികടക്കാൻ ഇന്ത്യക്ക് നയതന്ത്രപരമായ നീക്കങ്ങൾ നടത്തേണ്ടതായി വരും. എന്നാൽ തന്ത്രപരമായ സ്വയംഭരണത്തിന്റെ പാത പിന്തുടരുന്ന ഇന്ത്യക്ക് ഈ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. റഷ്യ ഇന്ത്യ ബന്ധം ഒരു പുതിയ ചരിത്രമാണ് ഇപ്പോൾ രചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ലോകശക്തികൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നു. അമേരിക്കയുടെ ഭീഷണികളെ വകവയ്ക്കാതെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ടു പോകാനുള്ള ഇന്ത്യയുടെ കഴിവ് ലോകത്തിന് മുന്നിൽ ഒരു പുതിയ മാതൃകയാണ് നൽകുന്നത്. ഈ സൗഹൃദം ഊർജ്ജ മേഖലയിൽ മാത്രമല്ല, പ്രതിരോധം, സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിലും വലിയ സഹകരണങ്ങൾക്ക് വഴിവെച്ചേക്കാം. ചുരുക്കത്തിൽ അമേരിക്കയുടെ എതിർപ്പുകൾക്കിടയിലും റഷ്യ ഇന്ത്യ സൗഹൃദം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴുള്ളത്. ഇത് ലോകരാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കുക തന്നെ ചെയ്യും. അമേരിക്കയുടെ ഉപരോധ ഭീഷണികൾക്കിടയിലും റഷ്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനുള്ള ഇന്ത്യയുടെ തീരുമാനം ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ തനതായ നിലപാടിന്റെ പ്രതിഫലനം കൂടിയാണ്. ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ സ്വതന്ത്രമായ ഒരു പാത പിന്തുടരുന്നത് അതിന്റെ വിദേശ നയത്തിന്റെ തന്ത്രപരമായ മുന്നേറ്റമായിട്ടാണ് വിലയിരുത്തപ്പെടേണ്ടത്. ഈ നീക്കം ആഗോളതലത്തിൽ ഇന്ത്യയുടെ ഭാവിക്ക് എങ്ങനെ ഗുണകരമാവുമെന്നും ഒപ്പം നേരിടാൻ സാധ്യതയുള്ള വെല്ലുവിളികളും നമുക്ക് പരിശോധിക്കേണ്ടതായുണ്ട്. റഷ്യയുമായുള്ള ബന്ധം നിലനിർത്താനുള്ള ഇന്ത്യയുടെ തീരുമാനം ഒരു രാജ്യത്തിന്റെയും പക്ഷം ചേരാതെ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണത്തിനുള്ള കഴിവ് വ്യക്തമാക്കുന്നുണ്ട്. അമേരിക്കയുടെ എതിർപ്പുകൾക്കിടയിലും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുന്നത് ഇന്ത്യയുടെ വിദേശ നയം ഒരു പ്രത്യേക ശക്തിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് രൂപപ്പെടുന്നതല്ലെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിക്കുന്നുണ്ട്. ഈ നിലപാട് ഇന്ത്യയെ ഒരു സ്വതന്ത്ര ശക്തിയായി ഉയർത്തിക്കാട്ടാനും ആഗോളതലത്തിൽ കൂടുതൽ ബഹുമാനം നേടാനും സഹായിക്കും. റഷ്യയിൽ നിന്ന് വിലക്കുറവിൽ എണ്ണ ലഭ്യമാക്കിയത് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തിന് വലിയ ആശ്വാസമാണ് നൽകിയത്. ഇത് രാജ്യത്ത് ഇന്ധനവില വർദ്ധിക്കുന്നത് തടയാനും പണപ്പെരുപ്പം നിയന്ത്രിക്കാനും സഹായിച്ചു. ഊർജ്ജ ആവശ്യകതകൾ നിറവേറ്റുന്നതിൽ റഷ്യയുമായുള്ള സഹകരണം ഇന്ത്യക്ക് വലിയ നേട്ടമാണ്. ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് വ്യാപാരം, നിക്ഷേപം തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ സഹകരണങ്ങൾക്ക് വഴിയൊരുക്കും. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്കും ആക്കം കൂട്ടും. പ്രതിരോധ മേഖലയിൽ റഷ്യ ഇന്ത്യയുടെ ഒരു പ്രധാന പങ്കാളി തന്നെയാണ് ഇപ്പോഴും. ഇന്ത്യയുടെ സൈനിക ആയുധങ്ങളുടെ ഭൂരിഭാഗവും റഷ്യൻ നിർമ്മിതവുമാണ്. റഷ്യയുമായുള്ള ബന്ധം തകർത്താൽ പ്രതിരോധ മേഖലയിൽ ഇന്ത്യക്ക് വലിയ തിരിച്ചടി നേരിടേണ്ടതായി വരും. ആയുധങ്ങളുടെ ലഭ്യത, പുതിയ സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം എന്നിവയ്ക്ക് റഷ്യയുമായുള്ള സഹകരണം അനിവാര്യവുമാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിയാലും റഷ്യൻ സൈനിക ഉപകരണങ്ങൾ പരിപാലിക്കുന്നതിനും നവീകരിക്കുന്നതിനും റഷ്യയുടെ സഹായം അത്യാവശ്യം തന്നെ. ലോകം ഒരു ബഹുധ്രുവ വ്യവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ. ഈ സാഹചര്യത്തിൽ റഷ്യ, ചൈന, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങൾക്ക് ലോകരാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ പ്രാധാന്യം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. റഷ്യയുമായുള്ള ഇന്ത്യയുടെ അടുപ്പം, ബ്രിക്സ്, ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ പോലുള്ള സംഘടനകളിൽ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിപ്പിക്കും. ഇത് ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെ സന്തുലിതമാക്കാനും സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ഇന്ത്യയെ സഹായിക്കുക തന്നെ ചെയ്യും. റഷ്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുമ്പോൾ ഇന്ത്യ ചില വെല്ലുവിളികൾ നേരിടാനുള്ള സാധ്യതയുമുണ്ട്. അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ഇന്ത്യക്ക് മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താൻ ശ്രമിച്ചേക്കാം. ഇത് ഇന്ത്യയുടെ വ്യാപാര ബന്ധങ്ങളെയും സാമ്പത്തിക സഹകരണങ്ങളെയും ബാധിച്ചേക്കാം. എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇന്ത്യ അമേരിക്കയുമായി മികച്ച നയതന്ത്ര ബന്ധം നിലനിർത്തുന്നുണ്ട്. അമേരിക്കയുമായുള്ള ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കാതെ റഷ്യയുമായി സഹകരിക്കാനുള്ള ഇന്ത്യയുടെ നയതന്ത്രജ്ഞതയാണ് ഇവിടെ നിർണായകം. ഈ സന്തുലിതാവസ്ഥ നിലനിർത്താൻ സാധിച്ചാൽ ഇന്ത്യക്ക് രണ്ട് കൂട്ടുകെട്ടുകളിൽ നിന്നും പരമാവധി നേട്ടങ്ങൾ കൊയ്യാനാകും. കൂടാതെ റഷ്യ ചൈന ബന്ധം ശക്തിപ്പെട്ടു വരുന്ന ഈ സാഹചര്യത്തിൽ റഷ്യ ചൈനയുമായി കൂടുതൽ അടുക്കുന്നത് ഇന്ത്യക്കൊരു വെല്ലുവിളിയായേക്കാം. ഈ സാഹചര്യത്തിൽ റഷ്യ ഒരു പ്രധാന പങ്കാളിയായി നിലനിർത്തുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെയേറെ നിർണായകവുമാണ്. റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധം കേവലം സാമ്പത്തികപരമായ ഒന്നല്ല, മറിച്ച് തന്ത്രപരമായ പ്രാധാന്യമുള്ള ഒരു നീക്കം കൂടിയാണ്. ഇത് ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്വതന്ത്രമായ വിദേശ നയം ഊട്ടിയുറപ്പിക്കാനും സാമ്പത്തിക പ്രതിരോധ മേഖലകളിൽ വലിയ നേട്ടങ്ങൾ കൊയ്യാനും സഹായിക്കും. വെല്ലുവിളികൾ ഉണ്ടെങ്കിലും ഈ ബന്ധം ഇന്ത്യയുടെ ഭാവിക്ക് ഗുണകരമാണ്. ഇത് ഇന്ത്യയെ ഒരു പ്രധാന ആഗോള ശക്തിയായി ഉയർത്തുന്നതിനുള്ള ഒരു ചവിട്ടുപടി കൂടിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ വിഷയത്തെ നിങ്ങൾ എങ്ങനെയാണ് സമീപിക്കുന്നത് എന്നറിയാൻ താല്പര്യമുണ്ട്. എന്ത് തന്നെ ആയാലും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.